ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടെ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. നിങ്ങളെ വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലിയും തന്നു, മാന്യമായിട്ടുള്ള ശമ്പളവും തന്നു. നിങ്ങൾ പറയുന്ന 2 പേരെയും കൂടി കൂട്ടിന് ജോലിക്ക് നിർത്തി. അതിനുശേഷം നിങ്ങൾ 3 പേരും കൂടി ആ സ്ഥാപനത്തെ കട്ടുമുടിച്ച് നശിപ്പിച്ചതിന് ശേഷം ആ സ്ഥാപനത്തിന്റെ ഉടമ നിങ്ങൾ അതിനെ കണ്ടുപിടിച്ചു. അത് കയ്യോടെ തന്നെ പൊക്കി നിങ്ങളോട് ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നം. അത് കഴിഞ്ഞ് മാന്യമായിട്ട് ഇരുത്തി നിങ്ങളെ ചായയും വെള്ളവും ഒക്കെ തന്ന് സൽക്കരിച്ച് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ അന്നേരം പൂച്ചയെ പോലെ ഇരുന്നതെല്ലാം സമ്മതിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്വഭാവം അങ്ങോട്ട് മാറ്റി. നിങ്ങൾ പറഞ്ഞു അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും തട്ടിക്കൊണ്ടുപോയെന്നും. കാറ് കയറ്റി കൂട്ടിക്കൊണ്ടുപോയതിനാണ് തട്ടിക്കൊണ്ടുപോയലാക്കിയത്. എന്തൊക്കെ ആരോപണങ്ങളാണ് പറഞ്ഞത്. പോരാത്തതിന് ജാതിയും കൂടി ഇതിനകത്തോട്ട് വലിച്ചെടുത്തു. ജാതിക്കാട് ഇറക്കി കളിച്ച് നിങ്ങൾ വലിയ കുറ്റം അവരിലേക്ക് ആരോപിച്ചു. ഇപ്പൊ ആർക്കാണ് പറ്റിയത്? നിങ്ങൾ തന്നെ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ കുടുങ്ങി. അവരെ സംബന്ധിച്ച് നിങ്ങളെ എക്സ്പോസ് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. 5 പേർക്കും 5 ചാനലുണ്ട്. അതിനകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവരും കാണും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളാണ് അവരെ പ്രൊവോക്ക് ചെയ്ത് കുറ്റം ചെയ്ത് നിങ്ങൾ അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെയും കൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങളായിട്ട് ചെയ്യിപ്പിച്ചതാണ്. നിങ്ങളായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ മുഖം വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്താണ്. നിങ്ങൾ ഈ കളവ് നടത്തി എന്നുള്ളതിലുപരി നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്തൊരു തെറ്റുണ്ട്. നിങ്ങൾ ഈ ജാതിക്കാട് ഇറക്കി ഇവിടെ കളിച്ചപ്പോൾ ഇതേ സമൂഹത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ ജോലി സാധ്യതയാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കിയത്. നാളെ ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് ആളെടുക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, സത്യം പറഞ്ഞാൽ സമൂഹത്തോട് ചെയ്ത ദ്രോഹമാണത്. ഇവിടെ ദിയാകൃഷ്ണ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ അവരെ നേരെ പീഡന കേസ് മാത്രം കൊടുത്തില്ല. ഇത്രയും ചെയ്ത നിങ്ങൾ ഇതൊരു ആണായിരുന്നെങ്കിൽ, ഈ സ്ഥാപനത്തിന്റെ ഉടമ ഒരു ആണായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പീഡനം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയേനെ. ജാമ്യമില്ലാത്ത കേസ് എല്ലാം നിങ്ങൾ എന്തൊക്കെ ചെയ്യാമോ ആ രീതിയിലെല്ലാം ഉൾപ്പെടുത്തി അവരെ കുരുക്കിയേനെ. പോലീസ് അന്വേഷിച്ചപ്പോൾ തെളിവുകളല്ല ഈ 3 പേർക്കും എതിരായിട്ടുണ്ട്. എത്ര നാൾ ഒളിച്ചിരിക്കാൻ പറ്റും? ഒളിവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞിരുന്നു ടാക്സ് വെട്ടിക്കാനാണെന്ന്. ഇപ്പൊ എന്തായി? തെളിവുകളൊക്കെ വന്നപ്പോൾ ഇവരല്ലേ കുറ്റക്കാരായത്. അതാ പറയണ, ആദ്യം തന്നെ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇവർക്ക് മാതൃകാപരമായിട്ട് ശിക്ഷ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവർക്ക് ഇനി ഒരു കാലത്ത് ജോലി കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് ആൾക്കാർ ജോലിക്ക് വെക്കുക?